നോക്കാം വാർത്തകൾ വിശദമായി. കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരൻ ആറ്റിങ്ങലിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ കെ. ആന്റണിയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി. മലപ്പുറത്ത് കാലിക്കറ്റ് സർവകലാശാല മുൻ വി.സി. ഡോക്ടർ അബ്ദുൾ സലാമും കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ സി. രഘുനാഥും മത്സരിക്കും. ബി.ഡി.ജെ.എസുമായി അന്തിമ ധാരണയാകാത്തതിനാലാണ് മറ്റു മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നത്. കേന്ദ്രമന്ത്രിമാർ, വനിതകൾ, യുവാക്കൾ, മുതിർന്ന നേതാക്കൾ, ന്യൂനപക്ഷ പ്രാതിനിധ്യമെല്ലാം ഉറപ്പുവരുത്തിയാണ് 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. പുറത്തുവിട്ടത്. കേരൾ, തൃശൂർ ശ്രീ സുരേഷ് ഗോപി, പത്തനംതിട്ട ശ്രീ അനിൽ ആന്റണി, അട്ടിങ്കൽ ശ്രീ വി മുരളീധരൻജി, തിരുവനന്തപുരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ, പൊന്നാനിയിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, കാസർഗോഡ് മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം.എൽ. അശ്വിനി, വടകരയിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി.ആർ. പ്രഫുൽകൃഷ്ണൻ, മലപ്പുറത്ത് മുൻ കാലിക്കറ്റ് സർവകലാശാല വി.സി. ഡോക്ടർ എം. അബ്ദുൾ സലാം, പത്തനംതിട്ടയിൽ ദേശീയ സെക്രട്ടറി അനിൽ കെ. ആന്റണി എന്നിവർ രംഗത്തിറങ്ങുമ്പോൾ ശോഭ ഒഴികെയുള്ളവർ പാർലമെന്ററി മത്സര രംഗത്ത് പുതുമുഖങ്ങൾ. വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങൾ വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കുമെന്ന് വി മുരളീധരൻ. ആറ്റിങ്ങലിലെ ജനങ്ങൾ വിവേകപൂർവ്വം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അഭിമാനകരമായ നിമിഷമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എനിക്ക് കണ്ടസ്റ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എനിക്കൊരു വലിയൊരു സന്തോഷം, അഭിമാനമുള്ള ഇഷ്യൂ ആണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് സുരേഷ് ഗോപി. ആറ്റിങ്ങലിനേക്കാൾ വലിയ ഇടതുകോട്ടയല്ലോ ആലപ്പുഴയെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ. എന്തായാലും CPM-ന്റെ കരുത്തുറ്റ ആറ്റിങ്ങലിനേക്കാൾ വലുതല്ലോ ആലപ്പുഴയിലെ കരുത്ത് എന്ന് പറയുന്നത്. ബി.ജെ.പി. 16 സീറ്റുകളിലും ബി.ഡി.ജെ.എസ് 4 സീറ്റുകളിൽ മത്സരിക്കാനുമാണ് ധാരണ. വയനാട്, ആലത്തൂർ, കൊല്ലം, എറണാകുളം സീറ്റുകളിലാണ് ഇനി ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ അറിയേണ്ടത്. ബി.ഡി.ജെ.എസ് ചോദിച്ച ചാലക്കുടി തങ്ങൾക്ക് വേണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 10 ബാക്കി സ്ഥാനാർത്ഥികളെയും അറിയാനാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. പ്രചാരണവും ആരംഭിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടുമെന്ന് കേരളത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ. കോഴിക്കോടും നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുമെന്ന് എം.ടി. രമേശ് പറഞ്ഞു. പാലക്കാട് എയിംസ് ഉറപ്പാക്കുമെന്ന് സി. കൃഷ്ണകുമാർ. വടകരയിൽ PPE കിറ്റ് അഴിമതി ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് പ്രഫുൽകൃഷ്ണ പ്രതികരിച്ചു. കാസർഗോഡിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് എം.എൽ. അശ്വിനിയും പറഞ്ഞു. നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവൽപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പുതിയ കോഴിക്കോടിനെ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കാനാണ് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്. ഇത്തവണ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനം എത്തുള്ളൂ, പാലക്കാട് എത്തുള്ളൂ എന്നുള്ളത് കേരളത്തിലെയും പാലക്കാടിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. എൻ്റെ എല്ലാ ബന്ധങ്ങളും ഏറ്റവും കൂടുതലുള്ളത് വടകരയിലാണ്. അത് എന്നെ സംബന്ധിച്ച് വടകരയുടെ എല്ലാ വിഷയങ്ങളും പ്രാദേശികമായിട്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് വടകരയിലെ വോട്ടർമാരുമായി എനിക്കത് സംവദിക്കാൻ വേണ്ടി സാധിക്കും. അത് വളരെ ഗുണകരമായി മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് പാർട്ടി എന്ന കൺസിഡർ ചെയ്തതിലേക്ക്. ആഫ്റ്റർ 2014 എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഭാരതത്തിലായിട്ടുണ്ടെന്ന് കാസർഗോഡ് ജനതയ്ക്ക് നന്നായിട്ട് അറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും ഇതേ സെയിം ഡെവലപ്മെൻറ്റ്സ് കാസർഗോഡിൽ വേണമെന്നും ഒരു ആഗ്രഹം ഉണ്ട്. സോ അതുകൊണ്ടാണ് NDA അവർ ചൂസ് ചെയ്യും. പത്തനംതിട്ടയിൽ അനിൽ കെ. ആന്റണിയെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി പി.സി. ജോർജ്. അനിലിനെ മണ്ഡലത്തിൽ ആർക്കും അറിയില്ലെന്ന് വിമർശനം. തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചതായും പി.സി. ജോർജ് ആരോപിച്ചു. ആഴ്ചകൾക്ക് മുൻപ് ഔദ്യോഗികമായി ബി.ജെ.പിക്കാരനായ പി.സി. ജോർജിന്റെ പേര് തുടക്കം മുതലേ പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടിരുന്നു. SNDPക്ക് പി.സി. ജോർജിനോടുള്ള എതിർപ്പാണ് മറ്റൊരാളിലേക്ക് ബി.ജെ.പിയുടെ ചർച്ചകളെ എത്തിച്ചത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചതോടെ പി.സി. ജോർജ് എതിർപ്പ് തുറന്നു പറഞ്ഞു. അനിലിനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ കൂടുതൽ പണി താൻ എടുക്കേണ്ടി വരുമെന്നും പി.സി. ജോർജ്. പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും.
RSSും BJPയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടും തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചു. വെള്ളാപ്പള്ളി പിണറായിയുടെ ആളും തുഷാർ BJPയുമായി തുടരുന്നത് ശരിയായ രീതിയല്ലെന്നും PC ജോർജ്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയായതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളി CPM, പിണറായിയുടെ ആള്, മകൻ BJP, ഒരു വീട്ടിൽ കിടപ്പും. ഇത് മോശമാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി ഈ BJPക്ക് ചെയ്യാവുന്ന പാരം മുഴുവൻ ചെയ്യുക. PC ജോർജിന് കേന്ദ്ര നേതൃത്വം അർഹമായ പരിഗണന അർഹമായ സമയത്ത് നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്നായിരുന്നു PC ജോർജിന്റെ പരാമർശത്തോടുള്ള പ്രതികരണം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ, ഇനി 50-60 ദിവസമുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന് അനിൽ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ കേരളത്തിൽ നമുക്ക് നിരവധി സീറ്റുകൾ ലഭിക്കും. മോദിജിയുടെ ഗുഡ്വില്ല് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികൾ തന്നെയാണ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ നമ്മുടെ ബോണസ്. PC ജോർജിനെ അനുനയിപ്പിച്ച് പ്രചാരണത്തിൽ സജീവമാക്കുക എന്നതാകും ഇനി BJPയുടെ പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് 24. വാർത്തകളിലേക്ക് വീണ്ടും. കേരളം ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളിലെ 195 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് BJP പ്രഖ്യാപിച്ചത്. 34 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 370 സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന BJP ആദ്യ പട്ടികയിൽ തന്നെ 195 പേരുകൾ പ്രഖ്യാപിച്ചു. 47 യുവാക്കൾ, 28 വനിതകൾ, SC വിഭാഗത്തിൽ നിന്ന് 27 പേർ, ST വിഭാഗത്തിൽ നിന്ന് 18, OBC വിഭാഗത്തിൽ നിന്ന് 57 എന്നിങ്ങനെയാണ് ആദ്യ പട്ടിക. 195 सीट्स का निर्णय हुआ. उसमें माननीय प्रधानमंत्री जी वाराणसी से चुनाव लड़ेंगे. वाराणसी से माननीय प्रधानमंत्री जी नरेंद्र मोदी जी, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി 3ാം തവണയും വാരണാസിയിൽ മത്സരിക്കും. അമിത്ഷാ ഗാന്ധിനഗറിൽ, രാജ്നാഥ് സിംഗ് ലക്നൌവിൽ, സ്മൃതി ഇറാനി അമേത്തിയിൽ വീണ്ടും ജനവിധി തേടും. മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ വിദിഷയിലും സർബാനന്ദ സോനോവാൾ ദിബ്രുഗഡിലും മത്സരിക്കും. ഡൽഹിയിൽ മുതിർന്ന നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി എന്നിവർക്ക് ഇത്തവണ സീറ്റില്ല. സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കും. മറ്റ് പാർട്ടികൾ വിട്ടുവന്ന നേതാക്കളിൽ നിരവധി പേർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലില്ല. 24 ഡൽഹി. സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ മുഴുവൻ പ്രതികളും പിടി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. മുഖ്യപ്രതി സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് പിടിയിലായത്. സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ വെളിവാക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത് 13 ദിവസം പിന്നിടുമ്പോഴാണ് മുഴുവൻ പ്രതികളും പിടിയിലാകുന്നത്. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ ഉൾപ്പെടെ 18 പ്രതികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സിൻജോ ജോൺസനെ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങാനുള്ള ശ്രമത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിമാൻഡിലായ പ്രതികളിൽ 6 പേരെ തിങ്കളാഴ്ച വരെ കൽപ്പറ്റ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ഹോസ്റ്റലിലെ 98 വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. സിദ്ധാർത്ഥനെ 4 ഇടങ്ങളിലെത്തിച്ച് മർദ്ദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മർദ്ദന വിവരം പുറത്തറിയിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 31 പേർക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി. കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർ ക്യാമ്പസിലേക്ക് ഇരച്ചുകയറി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ചിനൊടുവിൽ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട ഹോസ്റ്റലിന് ഉൾവശവും സന്ദർശിച്ച ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ മടങ്ങിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ പേരും പിടിയിലായി. ഇനിയുള്ള ചോദ്യം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ്. ക്യാമറാമാൻ റിബിൻ ജോൺ പാലേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. 2 അധ്യാപകരും 1 PG വിദ്യാർത്ഥിയും പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ചെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ്. തെളിവുകൾ നാളെ പുറത്തുവിടുമെന്നും പിതാവ് ജയപ്രകാശ്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം 24 എൻകൗണ്ടർ.
എവിഡൻസ് ഇവർക്ക് പ്രൂഫ് ഇല്ലാന്നല്ലേ അവർ പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ്. ആ പ്രൂഫ് ഞാൻ നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. അത് വച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകും. ഇന്നും കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല വ്യക്തമായ മൂന്ന് പേരുടെ പ്രൂഫ് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 3 പേര്, അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, PG സ്റ്റുഡൻ്റ് ഉണ്ട്, ബയോമൈക്രോളജി സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ വേറൊരു പ്രൊഫസറുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ നാളെ അത് പുറത്തു വിടും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. സർവകലാശാല അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിച്ചു. വകുപ്പ് തല അന്വേഷണം തുടരുന്നതിനിടെയാണ് ഗവർണറുടെ നടപടിയെന്ന് പ്രോ വൈസ് ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി വിമർശിച്ചു. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചപ്പോൾ സംഭവത്തിൽ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ നടപടിയെടുത്തത്. സിദ്ധാർത്ഥിന്റെ മരണമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങളനുസരിച്ച് VC കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വിശദമായ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റേത് കൊലപാതകമാണെന്നും SFI പോപ്പുലർ ഫ്രണ്ട് ബന്ധം സംശയിക്കുന്നുവെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. That SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാനിരിക്കെയാണ് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ പുറത്തിറക്കിയതെന്ന് വെറ്റിനറി സർവകലാശാല VC പ്രൊഫസർ ഡോക്ടർ MR ശശീന്ദ്രനാഥ്. സസ്പെൻഷൻ ഓർഡർ കിട്ടി. ഞാൻ ഇഷ്യൂ ചെയ്യാനിരുന്നിരുന്ന ഓർഡർ പോലും സൈൻ ചെയ്യാതെ ആണ് ഞാൻ പോന്നിരിക്കുന്നത്. എനിക്ക് അതിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഗവർണർ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ അതിലെ VCയെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി തെറ്റെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും പ്രോ VC കൂടിയായ മന്ത്രി പ്രതികരിച്ചു. അത് ശരിയായ നടപടിയല്ല. ഗവർണർ ഗവൺമെൻറ്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത്. ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. VCയെ സസ്പെൻഡ് ചെയ്തുള്ള ഗവർണറുടെ നടപടിയെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ സ്വാഗതം ചെയ്തു. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിന്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, VC ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രന് VCയുടെ ചുമതല നൽകി. 24 തിരുവനന്തപുരം. വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗവർണറെ വിമർശിച്ച CPIM സർക്കാരിനെ അറിയിക്കാതെ നടപടിയെടുത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ട് എന്ന ആരോപണം അസംബന്ധം. കോളേജിലുണ്ടായത് സംഘടനാപരമായ പ്രശ്നമല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. അതിന് ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്. എല്ലാം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ ഇത് ചക്രവർത്തിയോ? എല്ലാ ഏകാധിപത്യപരമായ രീതിയിൽ അതാണ് ചക്രവർത്തിയാണോ എന്ന് ചോദിച്ചത്. ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ. ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം. അല്ലാണ്ട് തോന്നിയ നിലപാടൊക്കെ സ്വീകരിക്കാൻ പറ്റും. സിവിൽ പോലീസ് ഓഫീസർ നിയമന വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് DGPയുടെ ഉറപ്പ്. 20 ദിവസമായി തുടരുന്ന സമരം ഉദ്യോഗാർത്ഥികൾ കടുപ്പിച്ചതോടെയാണ് DGP ചർച്ച നടത്തിയത്. ഉച്ച മുതൽ ഉദ്യോഗാർത്ഥികളും കുടുംബാംഗങ്ങളും റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോലിക്കായി യാചിച്ചുമെടുത്ത CPI ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം കടുപ്പിച്ചു. കടുത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം കുടുംബാംഗങ്ങളും കൂടെ കൂടി. റോഡ് ഉപരോധിച്ചും പ്രതിഷേധം. ലിസ്റ്റിലെ മുഴുവൻ പേർക്കും നിയമനം നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ദിവസങ്ങളായി സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. അതികഠിനമായ വെയിലിലും പല രീതിയിൽ സർക്കാരിനെ ഇംപ്രസ് ചെയ്ത സർക്കാരിൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ പല തവണയായിട്ട് പല രീതിക്ക് ശ്രമിച്ചു നോക്കി. ഇന്ന് വരെ ഒരു ജനകീയ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നമുക്ക് വേണ്ടി ഒരു ഇത് വിളിക്കാനോ, നമ്മളൊക്കെ എന്നും ഈ സർക്കാരിന്റെ കൂടെ നിന്നവർ തന്നെ. പക്ഷേ ഈ സർക്കാരിനെ നമ്മൾ തിരിഞ്ഞു ചവിട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമം. ഇത് തടഞ്ഞ പോലീസ് 4 ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി.
വീണ്ടും സമരം കടുത്തതോടെ ചർച്ചയ്ക്ക് വിളിച്ച പോലീസ് മേധാവി. ഒടുവിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം സർക്കാരിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് ഉറപ്പിന്മേൽ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു. 100% നിയമനം നൽകുന്നവരെയും ഞങ്ങളിവിടെ ഈ തെരുവിലുണ്ടാവും. ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി 42 ദിവസത്തോളം ഉള്ളൂ. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമരം നടത്തിയ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസുമെടുത്തു. ഇനിയും അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ നീക്കം. 24 തിരുവനന്തപുരം. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം കേസിൽ 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതിന് പിന്നാലെയാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. IED സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കെതിരെ UAPA ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തി. കഫേക്ക് സമീപത്തെ CCTVയിൽ നിന്നാണ് യുവാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സൂചന. ബംഗളൂരു, ഹുബ്ബള്ളി, ധർവാഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ വ്യക്തമാക്കി. കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷം വികസനം നിലച്ചെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിലെ സ്ഫോടനത്തിൽ മന്ത്രിമാർ പല അഭിപ്രായങ്ങൾ പറയുന്നു. ഗ്യാസ് പൊട്ടിത്തെറിയെന്നും ബിസിനസ് രംഗത്തെ വൈരാഗ്യമെന്നുമാണ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത്. ഉപമുഖ്യമന്ത്രിക്ക് ഇവിടെ നിന്ന് ഈ വിവരം ലഭിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. We are not accusing anybody of anything today, but we are certainly opposing the efforts of the Deputy Chief Minister and the Chief Minister to push this under the carpet and pretend that this does not happen. പ്രതി കഫയിലേക്ക് വന്നതും പോയതും BMTC ബസ്സിലാണെന്ന് പോലീസ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ബസ്സുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട്. തൊപ്പിയും മാസ്കും ധരിച്ചെത്തിയ പ്രതി 10 മിനിറ്റാണ് കഫയിൽ ചെലവഴിച്ചത്. 11:35 കഫയിലെത്തിയ പ്രതി 11:44 വരെ അവിടെയുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വലിയ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗിൽ ഒളിപ്പിച്ചാണ് സ്ഫോടക വസ്തു കൊണ്ടുവന്നത്. ഈ ബാഗ് കഫയിൽ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. 1 മണിക്കൂറിന് ശേഷം 12:55 സ്ഫോടനം നടക്കുന്നത്. കൃത്യമായി പ്രദേശത്തു നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്താനുള്ള സമയം ടൈമർ വഴി സജ്ജീകരിച്ചാണ് പ്രതി സ്ഫോടനം നടത്തിയത്. പ്രദേശവും കഫയും കൃത്യമായി അറിയാവുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടനം നടന്ന കഫയും പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിലെ 8 സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. NSG ഉദ്യോഗസ്ഥർ ഇന്ന് കഫയിലെത്തി പരിശോധന നടത്തി. 24 ബംഗളൂരു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ല. വിഷയം ഉടൻ പരിഹരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്ന 1.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത്. ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് പ്രതിസന്ധി. ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമിട്ടത് സർക്കാർ രേഖകളിൽ മാത്രം. ട്രഷറി വഴി നേരിട്ട് ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്തു. സാങ്കേതിക പ്രശ്നമാണെന്നും ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനമന്ത്രിയുടെ ഉറപ്പ്. ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. സാങ്കേതിക പ്രശ്നമെന്ന സർക്കാർ വാദം തള്ളി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. സർക്കാർ ജീവനക്കാരന് ETSBയിലേക്കാണ് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നത്. ശമ്പളം ഞങ്ങൾ നോക്കുമ്പോൾ ആ ശമ്പളം ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണുന്നു. അതേസമയം ആ ശമ്പളം മറ്റൊരാൾക്ക് മറ്റൊരു ആവശ്യത്തിന് വിനിയോഗിക്കുവാനോ പണമായി മാറ്റുവാനോ കഴിയാത്തൊരവസ്ഥ. ഇതൊരു വിചിത്രമായ സാഹചര്യമാണ് സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാങ്കേതികത അല്ലാതെ ഒരു തടസ്സവും സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പള കാര്യത്തിലില്ല. സർക്കാരിൻ്റേതു തെറ്റായ ധനകാര്യ മാനേജ്മെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുമ്പോ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഭരണാനുകൂല സർവീസ് സംഘടനകൾ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇന്നലെ തന്നെ ശമ്പളം ലഭിച്ചു. 24 തിരുവനന്തപുരം. 24 ഇംപാക്ട്
എറണാകുളം തൈക്കുടം സ്വദേശി സരോജിനിയമ്മയെ വീടിന് പുറത്താക്കി മക്കൾ വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന മരട് പോലീസ് SHOയ്ക്ക് നിർദ്ദേശം നൽകി. മകൾ പുറത്താക്കി വീട് പൂട്ടിപ്പോയതോടെ ദുരിതത്തിലായ സരോജിനിയമ്മ പൂട്ട് തകർത്താണ് അകത്ത് കടന്നത്. വൃദ്ധമാതാവിന്റെ ദുരവസ്ഥ 24 ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോട്ടയം ഏറ്റുമാനൂർ 101 കവലയിൽ മഹീന്ദ്ര സർവീസ് സെന്ററിൽ തീപിടുത്തം, 6 വാഹനങ്ങൾ കത്തിനശിച്ചു. കോട്ടയം ഏറ്റുമാനൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അതോടൊപ്പം എത്ര രൂപയുടെ ഒരു നാശനഷ്ടം ഈ ഒരു തീപിടുത്തത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രാഥമികമായി? കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം ഈ പുറത്ത് ഈ സർവീസിന് വേണ്ടി കൊണ്ടുവന്നിട്ടിരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 6ഓളം വാഹനങ്ങൾ കത്തി നശിച്ചതായിട്ടാണ് വിവരം ഇപ്പോൾ പോലീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 10 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഷോറൂമിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് സംഭവം പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും അറിയിച്ചത്. തുടർന്ന് കോട്ടയത്ത് നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലായിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന പോലീസും ആരംഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ്, അത് എങ്ങനെയാണ്, ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? സർവീസ് സെന്ററാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഓയിലും മറ്റുമൊക്കെ ഉണ്ട്, അതിന് തീ പിടിച്ചതാണോ എന്ന് അടക്കമുള്ള സംശയമുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന, അന്വേഷണം ഏറ്റുമാനൂർ പോലീസും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആളപായമൊന്നും ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കാരണം യഥാർത്ഥ കണക്ക് വരണമെങ്കിൽ അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. കോട്ടയം ഏറ്റുമാനൂരിലാണ് മഹീന്ദ്ര സർവീസ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. 6 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. എടക്കര ചെമ്പൻകൊല്ലി സ്വദേശിയായ 32-കാരനാണ് മരിച്ചത്. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. മലപ്പുറത്തെ പോത്തുക്കൽ എടക്കര മേഖലയിൽ ജാഗ്രത തുടരുന്നതിനിടയിലാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 32-കാരൻ മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച യുവാവിനെ ആദ്യം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 15 ദിവസത്തിൽ 3 ദിവസം എടക്കര പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് രോഗം മുറിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ 3 ദിവസവും ഇന്ന് രാവിലെ 6 മണിക്ക് മരണപ്പെടുകയും ചെയ്തു. ഈ ആപത്തിനെ തടുക്കാനുള്ള എല്ലാ പ്രവൃത്തികളും പഞ്ചായത്തും ഭരണസമിതിയും എല്ലാ സഹായത്തോടെ ചെയ്യും എന്നും പിന്നെ അതുപോലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും. നേരത്തെ 60-കാരനും 47-കാരനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചിരുന്നു. ഇന്ന് മരിച്ച യുവാവ് താമസിക്കുന്ന ചെമ്പൻകൊല്ലി വാർഡിൽ 7 പേർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പോത്തുക്കൽ എടക്കര പഞ്ചായത്തുകളിലെ ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടിരിക്കുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 24 മലപ്പുറം. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ സമഗ്രമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഓരോ ദിവസത്തിനും 1 ലക്ഷം രൂപ വീതം 72 ദിവസത്തേക്ക് 72 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷമായി ഇത് സംഭവിച്ചിട്ട്. തെറ്റ് ചെയ്തവര് ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. എത്ര പൈസ കിട്ടിയെങ്കിലും ഞാൻ അനുഭവിച്ച വേദന അത് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും വ്യാജ LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജ കേസിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി.
ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്നു കേസിൽപ്പെടുത്തിയത് 2023 ഫെബ്രുവരി 27-നാണ്. സംഭവം നടന്ന ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഷീല സണ്ണി നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസ് റദ്ദു ചെയ്യപ്പെട്ടതിനെ തുടർന്ന് 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ഷീലയുടെ ആവശ്യം. 2023 ഫെബ്രുവരി 27-നാണ് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1 ലക്ഷം രൂപ വില വരുന്ന LSD സ്റ്റാമ്പ് പിടികൂടിയെന്നാണ് കേസ്. എക്സൈസ് സംഘത്തിന് ലഭിച്ച ഇന്റർനെറ്റ് കോളിന്റെ അടിസ്ഥാനത്തിൽ ഷീല സണ്ണിയുടെ ബാഗിലും സ്കൂട്ടറിലും LSD സ്റ്റാമ്പുകൾ കണ്ടെത്തിയെന്ന് എക്സൈസ്. തുടർന്ന് നീണ്ട 72 ദിവസം ഷീല സണ്ണി ജയിലിലായി. മെയ് 10 ഷീലയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പിടിച്ചെടുത്ത LSD സ്റ്റാമ്പിന്റെ രാസപരിശോധനയിൽ അത് മയക്കുമരുന്നല്ലെന്ന് 2023 ജൂലൈയിൽ കണ്ടെത്തിയെങ്കിലും എക്സൈസ് സംഘം അത് മറച്ചുവെച്ചെന്നാരോപിച്ച് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് കേസ് റദ്ദാക്കപ്പെട്ടു. കേസിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് കണ്ടെത്താൻ കോടതി നിർദ്ദേശം നൽകുന്നു. എക്സൈസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാജ ലഹരി കേസിലേക്ക് നയിച്ച ഇന്റർനെറ്റ് കോൾ സന്ദേശം വന്നത് എവിടെ നിന്ന് എന്നായി അന്വേഷണം. 2024 ഫെബ്രുവരി 5 ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തൃപ്പൂണിത്തറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി. ഷീലയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിന്റെ സുഹൃത്താണ് നാരായണദാസ്. ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം ഇനിയും പുറത്തുവന്നിട്ടില്ല. തുടർന്ന് 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഷീല സണ്ണി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. 2024 മാർച്ച് 2 വ്യാജ ലഹരിക്കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ കോൺക്ലേവിനും അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിനും തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മീഡിയ പേഴ്സൺസ് അവാർഡ് R രാജഗോപാലിനും ഇന്റർനാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫർ അവാർഡ് സന്ന ഇർഷാദ് മട്ടുവിനും മുഖ്യമന്ത്രി സമ്മാനിച്ചു. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിവിധ സെമിനാറുകളിൽ രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കും. മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം മലപ്പുറം അരീക്കോട് പ്രവർത്തനം തുടങ്ങി. മൈജിയുടെ 113-ാം ഷോറൂമാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് മൈജി ഒരുക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ലഭിക്കുന്ന വിപുലമായ ശേഖരത്തോടെയാണ് മൈജിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്ത സിനിമാ താരം ഭാവന ഉദ്ഘാടനം ചെയ്തു. മൈജിയുടെ അരീക്കോടുള്ള ഷോറൂം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പിന്നെ മൈജി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ഹോം അപ്ലയൻസസ് ആണെങ്കിലും ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എല്ലാം, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും ഗോയിങ് ഓൺ ആണ്. ലാഭം ഈടാക്കാതെയാണ് ഉദ്ഘാടന ദിവസത്തിലെ വിൽപ്പന. ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഭാഗ്യ സമ്മാനങ്ങളും പൊതുജനങ്ങൾക്ക് വിസിറ്റ് ആൻഡ് വിൻ സമ്മാനങ്ങളും മൈജി ഒരുക്കിയിരുന്നു. കേരളത്തിൻ്റെ 113-ാമത്തെ ഷോറൂമാണ് അരീക്കോട് നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയ താരം ഭാവന ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ 113 ഷോറൂം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. മറ്റാർക്കും നൽകാനാകാത്ത വമ്പിച്ച ഓഫേഴ്സ് തന്നെ നമ്മുടെ ഈ അരീക്കോട് നമ്മളിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ അപ്ലയൻസസും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. ആലപ്പുഴയിൽ നടന്ന കർഷകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയെ ചൊല്ലി വിവാദം. ജില്ലയിൽ ആത്മഹത്യ ചെയ്ത 2 കർഷകരുടെ കുടുംബങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ ഉൾപ്പെടുത്തിയില്ലെന്നും പരാതിയുണ്ട്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ കുട്ടനാട്ടിലെ കർഷക കൂട്ടായ്മയായ നെൽകർഷക സംരക്ഷണ സമിതിയുടെ പ്രതിനിധികളെയും അവഗണിച്ചു. കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പരിഹാരമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കാർഷിക മേഖലയിലെ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി. 4 ലക്ഷത്തോളം കർഷകരാണ് കുട്ടനാട്ടിൽ നെൽകൃഷി ചെയ്യുന്നത്. എന്നാൽ ചെറുകിട കർഷകരുടെ പ്രശ്നങ്ങൾ ആര് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം. നെല്ല് സംഭരണം സഹകരണ സംഘങ്ങൾ വഴി സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും ഭാവിയിൽ സഹകരണ മേഖല വഴി നെല്ല് സംഭരണം നടത്താൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി. കൃഷി ഒട്ടേറെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഉൽപാദനം വർദ്ധിക്കണം, ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കണം.
അതിനുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് വായ്പ വൈകിയത് മൂലവും സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാലും ആത്മഹത്യ ചെയ്ത വണ്ടാനം സ്വദേശി രാജപ്പൻ, തകഴി സ്വദേശി KG പ്രസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാഞ്ഞത്. ഇതുവരെയും കുടുംബങ്ങൾക്ക് സർക്കാർ സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല. കുട്ടനാട്ടിലടക്കം കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് യഥാർത്ഥ കർഷകരെ പങ്കെടുപ്പിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം എന്നാണ് വിമർശനം. 24 ആലപ്പുഴ. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.